ഹലോ ഗൈസ്, വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി ഇവിടെ പോകുന്നതെന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പറയാം. അങ്ങനെ രാവിലെ ബസ്സിൽ ആൻറ്റീൻ്റെ കൂടെ പോയി. ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് വരെ ഇരിക്കണം. അങ്ങനെ ഈ കാടും മലയൊക്കെ താണ്ടി ഞാനിങ്ങനെ ഇതേ ടൗണിലെത്തിയിരിക്കുന്നു. ബോവിക്കാനം ടൗണിലെത്തി. അവിടെ നിന്ന് 1ാമത്തെ ബസ് പോയി. അപ്പം ഞാൻ അവിടെ ഇരുന്ന മടുത്ത കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേ 2ാമത്തെ ബസ്സും വന്നു. എനിക്കാണെങ്കിൽ ബോറടിച്ച് ദേഷ്യം പിടിച്ച് ഞാൻ വിചാരിക്കുന്ന ബസ്സും വരുന്നില്ല, എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ടില്ല, ബസ്സും വരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ എനിക്ക് ആ കൈ വീണ്ടും വേദനിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവസാനം ഞാൻ നിന്നപ്പോൾ എൻ്റെ ബസ് വന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി അമ്മയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ഈ വള്ളി ഇതാണ് എൻ്റെ കൂട്ടുകാരി. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുറേ വീഡിയോസൊക്കെ അവളെനിക്ക് എടുത്തു തന്നേ. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് മേടിക്കുന്നൊരു മോതിരമുണ്ടേ. ഞാനും അങ്ങനെ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കും വേണം അത്. അങ്ങനെ അത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൈക്കൊത്ത നോക്കി മേടിച്ച്. അത് കഴിഞ്ഞ് അവൾക്ക് ഒരു കറുത്ത ചരട് മേടിക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങളത് അവിടെയുള്ള കടയിലേക്ക് പോയി. അവൾ ഈ കറുത്ത ചരട് മേടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേനും കുറേ കൃഷ്ണനവിടെ ഇരിക്കുന്നു. എനിക്കിവിടെ പോയാലും അത് വേണം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി 2ാമതും. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഉച്ച ആയപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ഇങ്ങനെ ഫുഡും കഴിച്ച് പിന്നെ ഞങ്ങൾ പോവാറായി. അങ്ങനെ ബസ്സൊക്കെ കയറി എത്തി. അവളുടെ വീടിൻ്റെ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് ഇച്ചിരി നടക്കാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ നടക്കുവാണ് ഗൈസ്. ഞങ്ങൾ മഴയാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. ദോണ്ടെ ആ ഫോട്ടോയിലിരിക്കുന്നത് അവളാണ് ഗൈസ്, അവളാണ് അവൾ. അങ്ങനെ ഇത് അവളുടെ അച്ഛൻ വരച്ച പടമാണ്. അകത്തൊക്കെ കയറി പിന്നെ അവിടെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന്. പിന്നെ ആയപ്പോഴത്തേനും ഞാൻ തിരിച്ചു പോന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഉള്ള ദയനീയമായ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആയി എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിലേക്ക് വരും. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.